Okay, children. Here we are discussing phylum Mollusca. Phylum Mollusca. Mollusca are very soft-bodied animals and unsegmented. There is no segmentation present. Soft body, unsegmented. ഓക്കെ ഇയാൾ നമുക്ക് പരിചയമുണ്ട് അല്ലേ? ആരത്? ഒക്ടോപ്പസ്, നീരാളി, ഡെവിൽ ഫിഷ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ മൊളുസ്കയിലെ ഒരു പ്രധാന ഫീച്ചർ ഇതിനില്ല. എന്താണ്? കാൽക്കേരിയസ് ഷെൽ. പക്ഷെ സാധാരണ ബാക്കി എല്ലാ മൊളുസ്കയുടെയും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് കാൽക്കേരിയസ് ഷെൽ. കാൽസ്യം കാർബണേറ്റ് ഷെൽ പ്രസൻറ്റ്. Then the other feature mantle and the other one radula. നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പത്തിന് ഒരു കാര്യം പറയാം. മൊളുസ്ക എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ബോഡിഡ് ആനിമലാണ്. അത് എല്ലില്ലാത്ത ജീവികളാണ്. പക്ഷെ ഇതിൻ്റെ സ്പെല്ലിങ്ങിൽ 2 ലെറ്റർ എൽ ഉണ്ട്. വെറുതെ തമാശക്ക് പറയണ്ട കേട്ടോ. ഓക്കെ, ഇതിൻ്റെ എല്ലാ ഫീച്ചറിലും നിങ്ങൾക്ക് ലെറ്റർ എൽ കാണാൻ പറ്റും. ഓർക്കാൻ എളുപ്പല്ലേ? മൊളുസ്ക, കാൽക്കേരിയസ് ഷെൽ, മാന്റിൽ, റാഡുല. ഓക്കെ, നൗ ദ ജനറൽ ഫീച്ചേഴ്സ്. ഇവര് മിക്കവരും ടെറിസ്ട്രിയൽ ആയിരിക്കും, അതുപോലെ തന്നെ അക്വാട്ടിക്കും ആയിരിക്കും. കൂടുതൽ പേരും അക്വാട്ടിക്കാണ് അല്ലേ? സം ആർ ടെറിസ്ട്രിയൽ. ആൻഡ് ഹാബിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, സോഫ്റ്റ് ബോഡിഡ് അൺസെഗ്മെന്റഡ് എന്നൊക്കെ. പിന്നൊരു കാര്യം, ദെയർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു എ ഹെഡ് പോർഷൻ, എ വിസറൽ ഹംപ് ആൻഡ് എ ഫുട്ട്. അപ്പോൾ ഹെഡ് റീജിയൻ, വിസറൽ ഹംപ് ആൻഡ് ഫുട്ട്, മസ്കുലാർ ഫുട്ട് പ്രസന്റ്. ആൻഡ് ദ ബോഡി, വിസറൽ ഹംപ്, ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ കാൽക്കേരിയസ് ഷെൽ ആൻഡ് ഹെഡ് ബിയേഴ്സ് ടെന്റക്കിൾ. പിന്നെ നീളത്തിൽ റിട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ടെന്റക്കിൾ ഉണ്ട്, അത് ടെന്റക്കിൾസ് പ്രസന്റ്. ആൻഡ് ഐസ് ആർ പ്രസന്റ് ഓൺ എ സ്റ്റോക്ഡ് ഐ എന്നാണ് പറയുക. ഇങ്ങനെ ഒരു കൊമ്പുമ്മലാണ് അതിൻ്റെ കണ്ണിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് അതിൻ്റെ പ്രത്യേകതകളാണ്. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ, ബോഡി സിമെട്രി, ബയലാറ്ററൽ സിമെട്രി. പക്ഷേ ചില സ്നെയിൽസിന്, ഇതുപോലുള്ള ചില സ്നെയിൽസിന് ദേ ലോസ്റ്റ് സിമെട്രി വെൻ ബിക്കം അഡൽട്ട് ബിക്കോസ് ഓഫ് ദ ടോർഷൻ ഓഫ് ഷെൽ. കുറച്ചും കൂടി ഇങ്ങനെ പിരിഞ്ഞ ഷെല്ലൊക്കെ ഉള്ള മൊളസ്ക ഉണ്ടാവുമല്ലോ, അതിനൊക്കെ സിമെട്രി തന്നെ ഇല്ലാണ്ടായി പോയിട്ടുണ്ടാവും. അപ്പോൾ ബയലാറ്ററൽ സിമെട്രി ആണ് അവരുടെ നോർമൽ ആയിട്ടുള്ള സിമെട്രി. ദെൻ ബോഡി പ്ലാൻ, 2 within 2 ബോഡി പ്ലാൻ, ബോഡി കണ്ടീഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക് ബോഡി കണ്ടീഷൻ. ദെൻ ബോഡി സപ്പോർട്ട്, അതാണല്ലോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ സപ്പോർട്ട് എവിടെ കാണുന്നത്? ഇതൊരു സോഫ്റ്റ് ബോഡി ആയതുകൊണ്ട് സപ്പോർട്ട് ഈസ് പ്രസന്റ് ഔട്ട്സൈഡ്. കാൽക്കേരിയസ് ഷെൽ പ്രസന്റ്. നോക്കൂ, കാൽക്കേരിയസ് ഷെൽ പ്രസന്റ്. ഇൻസൈഡ് ദ കാൽക്കേരിയസ് ഷെൽ വി ക്യാൻ സീ എ സ്പോഞ്ചി സ്കിൻ ലൈക്ക് കവറിങ്. കണ്ടോ? സ്പോഞ്ചി സ്കിൻ കവറിങ്. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം? മാന്റിൽ. ദാറ്റ് ഈസ് മാന്റിൽ. നമ്മൾ മാന്റിൽ എന്ന് പഠിച്ചില്ലേ? ഈ മാന്റിൽ ഈ മൊളുസ്കയ്ക്ക് മാത്രം കാണാം. മാന്റിൽ പ്രസന്റ്, എ സ്പോഞ്ചി സ്കിൻ ലെയർ പ്രസന്റ്, ദാറ്റ് ഈസ് മാന്റിൽ. ദെൻ ഇറ്റ് പ്രൊട്ടക്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് മാന്റിൽ? ഇറ്റ് പ്രൊട്ടക്ട് ദ ഇന്റേണൽ ഓർഗൻസ് അണ്ടർ വിസറൽ ഹംപ്. എല്ലാ ഓർഗൻസും ഒരുമിച്ച് ഒരു കൂന പോലെ കാണുക, അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് വിസറൽ ഹംപ്. അതിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണുന്ന സ്പോഞ്ചി മെംബ്രെയിൻ ആണ്, ലെയർ ഓഫ് സ്കിൻ ആണ്, ദാറ്റ് ഈസ് മാന്റിൽ. ദെൻ ദർ ഈസ് എ കാവിറ്റി പ്രസന്റ്. കണ്ടില്ലേ? ഒരു കാവിറ്റി കാണാം ഇൻ ബിറ്റ്വീൻ ദ മാന്റിൽ ആൻഡ് ദ വിസറൽ ഹംപ്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു കാവിറ്റി കാണാം. ദാറ്റ് കാവിറ്റി ഈസ് കോൾഡ് മാന്റിൽ കാവിറ്റി. ഓക്കെ, ഈ മാന്റിൽ കാവിറ്റിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരാളെ കാണാം. ദാറ്റ് ഈസ് ദ ഗിൽസ് വിച്ച് ഹെൽപ്പ് ഫോർ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇൻട്രസ്റ്റിംഗ് പോയിന്റ് ഈസ് ദിസ് ഗിൽ ഈസ് കണക്റ്റഡ് ടു ദ ഹാർട്ട് ആൻഡ് യു ക്യാൻ സീ ഹിയർ ദ ഗൊണാഡ്സ് ഓൾസോ, ദെൻ ദ സീലോം ആൻഡ് ഇറ്റ് ഓപ്പൺസ് ഔട്ട് ഇൻ ടു ദ മാന്റിൽ കാവിറ്റി. ഇതൊക്കെ നമുക്ക് ഇവിടെ ഈ പിക്ചറിൽ കാണാം. ഈ പിക്ചറൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല, ഇത് നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട്
നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് തന്നതാണ്. ദെൻ ന്യൂട്രിഷൻ പറയുമ്പം ഇതിൻ്റെ മൗത്ത് നോക്കി, ഇതിൻ്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ് ഒക്കെ ഒന്ന് നോക്കി നോക്കി. ഈ മൗത്തിൽ അവിടെ തന്നെ കണ്ടോ ടീത്ത് ലൈക്ക് സ്ട്രക്ചർ ഈസ് പ്രസൻറ്റ്, ദാറ്റ് ഈസ് കോൾഡ് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. ഇത് ഒരു അങ്ങനെയാണ് അരിച്ചിട്ട് ഫുഡ് മെറ്റീരിയൽസ് അരിച്ചെടുത്ത് ഭക്ഷിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അതുകൊണ്ട് ഇവിടെ അതിന് പ്രത്യേകമായ ഒരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് സ്ട്രക്ചർ ഈസ് കോൾഡ് റാഡുല. അപ്പോൾ മോളുസ്കയുടെ ഇമ്പോർട്ടൻറ്റ് പിക്ചർ റാഡുല, ആൻഡ് ദ അതർ വൺ ഈസ് മാന്റിൽ, ആൻഡ് ദിസ് വൺ ഈസ് എ ഷെൽ. ഓക്കെ, ദെൻ ദ ഗിൽസ് ആർ ദ റെസ്പിറേറ്ററി ഓർഗൻ. ആൻഡ് ദ ഡൈജസ്റ്റീവ് സിസ്റ്റം വെറുതെ ഒന്ന് നോക്കി വെച്ചോളൂ. ദ ഡൈജസ്റ്റീവ് സിസ്റ്റം കണ്ടാൽ പോണത് ഇങ്ങനെ വളഞ്ഞിട്ടുള്ള കോയിൽഡ് ട്യൂബ്, ആൻഡ് ഫൈനലി ഇറ്റ് ഓപ്പൺസ് ഔട്ട്. ദാറ്റ് ഈസ് വൈ ദ ട്യൂബ് വിതിൻ ട്യൂബ് ബോഡി പ്ലാൻ പ്രസന്റ് എന്നൊക്കെ പറഞ്ഞത്. ദെൻ ഇതിൻ്റെ നെർവ് സിസ്റ്റം വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. കണ്ട നെർവ് സിസ്റ്റം റിംഗ് പോലെ ഇവിടെ ഉണ്ടായിട്ട് നെർവ് സിസ്റ്റം ഈ മസിൽ ദാറ്റ് മസ്കുലർ ഫുട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വെൻട്രൽ സൈഡിൽ നെർവ് സിസ്റ്റം കാണുന്നത്. ഇതൊക്കെ ഇൻവെർട്ടിബ്രേറ്റയുടെ പ്രത്യേകതയാണ്. വെൻട്രൽ സൈഡിൽ നെർവ് സിസ്റ്റം കാണുക, ഹാർട്ട് പോയിട്ട് പുറക് മുതുകത്ത് കയറിയിരിക്കുക, ഇതൊക്കെ ഇൻവെർട്ടിബ്രേറ്റ് നോൺ കോഡേറ്റയുടെ പ്രത്യേകതകളാണ്. നമുക്കൊക്കെ നേരെ വിപരീതമാണ്. നൗ ദ റീപ്രൊഡക്ഷൻ നോക്കിയേ, ദാറ്റ് ഞവണിക്ക എന്ന് പറയില്ലേ നമ്മൾ, പൈല ഗ്ലോബോസ, ദേ പ്രൊഡ്യൂസ് ദാറ്റ് സ്പേംസ്. the male female ഉണ്ട്. അപ്പോൾ that male deposit the sperms into the female body, and ovum fertilized inside the body, and later the ovum is laid by the female ones, and that eggs, oviparous, egg laying one, oviparous, and each egg develops into hatched into the small phyla, but in the egg itself, it's a larval stage is completed in the egg itself in phyla. Okay, that larva is called a trochophore larva. എന്നാൽ ചില മൊളസ്കയ്ക്ക് ആ എഗ്ഗ് ഹാച്ച് ചെയ്ത് നല്ല ഒരു പ്ലാങ്ക്ടോണിക് ലാർവൽ ലൈഫൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കൂ. ഇതും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ പടം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ മറക്കില്ലല്ലോ. ദാറ്റ് ഈസ് പൈല, ആപ്പിൾ സ്നെയിൽ ഇതിൻ്റെ നിക് നെയിം ആണ് കേട്ടോ. പൈല ഗ്ലോബോസ, പൈല എന്ന് പഠിച്ചാൽ മതി. അപ്പം വെള്ള ഭാഗത്തായിട്ടാണ് കാണുക, പാഡി ഫീൽഡിലൊക്കെ കാണും അല്ലേ. ആൻഡ് സോഫ്റ്റ് ബോഡി കവേർഡ് വിത്ത് കാൽക്കേരിയസ് ഷെൽ. എന്താണ് അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ, യൂസ്ഡ് ആസ് ഫുഡ്, ആൻഡ് ഷെൽസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആർട്ടിക്കിൾസ്. പല ഇൻഡസ്ട്രീസിനും അത് ഉപയോഗിക്കും. ഇയാളെ നല്ല ഇഷ്ടമായില്ലേ. ഇതും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പേൾ ഓയിസ്റ്റർ, പിങ്ക് ടാഡ, ഈ പേരും നന്നായി പഠിച്ചിരിക്കുക. പേൾ ഓയിസ്റ്റർ എന്ന് വരാൻ പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ പിങ്ക് ടാഡ, ഈ പേരായിരിക്കും എക്സാമിന് ചോദിക്കുക. പിങ്ക് ടാഡ എന്ന് കണ്ടാൽ നമ്മൾ എന്താണെന്ന് പറയണം, അതൊരു ഫ്രഷ് വാട്ടർ അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ മൊളുസ്കയാണ് എന്ന് പറയണം. ഇറ്റ്സ് എ ബോഡി കവേർഡ് വിത്ത് കാൽക്കേരിയസ് ഷെൽ. പിന്നെന്താ, ഇറ്റ് പ്രൊഡ്യൂസ് പേൾസ്. കണ്ട മുത്തുണ്ടാക്കും. എങ്ങനെയാ ഉണ്ടാക്കുക, ഇതിൻ്റെ എന്തെങ്കിലും ഒരു സാൻഡ് ഗ്രെയിനോ ഫോറിൻ പാർട്ടിക്കിള് ഈ ഷെല്ലിൻ്റെ ഉള്ളിൽ കൂടെ അതിൻ്റെ അകത്ത് കടന്നാൽ ദ മാൻഡിൽ get irritated, and to prevent the irritation it secretes certain substance around the sand grain, and it slowly turns into a pearl. കണ്ട, അത് അതിന് കിട്ടിയ ഒരു ഡിസ്കംഫർട്ടിനെ അത് ഒരു നല്ല മുത്താക്കി മാറ്റുക ചെയ്യുന്നത് അല്ലേ. നമ്മളാണെങ്കിലും ആ ഡിസ്കംഫർട്ട് മനസ്സിലിട്ടിട്ട് വലിയ രോഗമാണ് ഉണ്ടാക്കുക അല്ലേ. ദാറ്റ് ഈസ് പേൾ പ്രൊഡക്ഷൻ ബൈ പിങ്ക് ടാഡ. ദെൻ സെപ്പിയ ഈസ് അനദർ വൺ. അതിൻ്റെ വേറൊരു പേര് കട്ടിൽ ഫിഷ് എന്നാണ്. കാരണം അതിൻ്റെ ഇതുവരെ പറഞ്ഞതിനൊക്കെ ഷെൽ ഔട്ടർ ഷെല്ലാണ് കണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കാം. ദിസ് ഈസ് ദ ഇന്നർ ഷെൽ. ഇത് ഇതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് കാണുക, ഒരു ഹാർഡ് സ്കെലിട്ടൺ പോലെ കാണുന്നത്. ഇന്നർ ഷെൽ ഈസ് പ്രസൻറ്റ്, ആൻഡ് ദിസ് ആനിമൽ ഹാവിങ് ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ്. മറ്റവർക്ക് അങ്ങനെ ഒരു ഹെഡ് എന്ന് പറയാൻ പറ്റിയിരുന്നില്ലല്ലോ. ഇത് സിഫാളോപോഡ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് കാണും. ഷെല്ലുള്ളിലാണ് കാണുക. ഈ ഷെല്ല് നമ്മൾ
എന്താണ് കടൽ തീരത്തൊക്കെ ഇങ്ങനെ ധാരാളം കാണാം നിങ്ങൾക്ക്. ഇത് കടൽനാക്ക് എന്ന് പറഞ്ഞിട്ട് ബേർഡ്സിന് ഒക്കെ തീറ്റയായിട്ടൊക്കെ ഉപയോഗിക്കും. ഓക്കെ, കട്ടിൽ ഫിഷ്. അപ്പൊ കട്ടിൽ ബോൺ ഉള്ളത് കൊണ്ട് കട്ടിൽ ഫിഷ് എന്ന് പറയുന്നു. സെപ്പിയ. ദെൻ ലോലിഗോ, ഇതിനെ ഫുഡായിട്ട് ഉപയോഗിക്കാറില്ലേ, കൂന്തൽ എന്ന് പറഞ്ഞിട്ടൊരു, ആസ് വെൽ ആസ് ഇറ്റ് ഇസ് എ സ്ക്വിഡ്. ഇതിൻ്റെ വലിയ വെറൈറ്റീസ് ഒക്കെ സ്ക്വിഡ് എന്നാണ് പറയാം. ആൻഡ് ദിസ് ഡിസ്റ്റിങ്ക്റ്റ് ഹെഡ് ആൻഡ് വിത്ത് 10 ടെൻറ്റക്കിൾസ്, സോഫ്റ്റ് ഇന്റേണൽ ഷെൽ. ഇതിൻ്റെ ഷെല്ല് നേരത്തെ നമ്മൾ സെപ്പിയ പറഞ്ഞ പോലെയല്ല, ഒരു വളരെ നേരിയ പ്ലാസ്റ്റിക് പോലത്തെ ഒരു ഷെല്ലാണ് ഇതിൻ്റെ അകത്ത് കാണുക. വളരെ സോഫ്റ്റ് ആയിട്ടൊരു ഷെല്ലാണ് കാണുക. ആൻഡ് ഇവരൊക്കെ ഏത് ഗ്രൂപ്പായാലും പ്ലേ എ കീ റോൾ ഇൻ ഫുഡ് ചെയിൻ, പ്രിഡേറ്റർ ആൻഡ് പ്രേ. കാരണം സ്ക്വിഡ് മിക്ക ഫിഷിനെയും, ഇതിനേക്കാൾ ചെറിയ ഫിഷിനൊക്കെ ഇത് ഭക്ഷണമാക്കും. ഇത് തന്നെ വലിയ ഫിഷിന്റെ ഭക്ഷണമാവുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് സെയിം ടൈം ആക്ട് ആസ് പ്രിഡേറ്റർ ആസ് വെൽ ആസ് പ്രേ. അപ്പോൾ നമ്മുടെ എക്കോളജിക്കൽ ബാലൻസിന് ഈ എല്ലാ ജീവികളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒക്ടോപ്പസ് അല്ലേ, നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരാളല്ലേ ഒക്ടോപ്പസ്. ഡെവിൾ ഫിഷ്, അതാണ് അതിൻ്റെ നിക്ക് നെയിം കേട്ടോ. ചിലപ്പോൾ കുറേ ഇങ്ങനെ ഡെവിൾ ഫിഷ്, ജെല്ലി ഫിഷ്, കട്ടിൽ ഫിഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തരും. എന്നിട്ട് ഇതിൽ ശരിക്കും ഫിഷ് ഏതാന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കേണ്ടത്. ദെൻ എക്വാട്ടിക് ആണ് മൊളുസ്ക വിത്തൗട്ട് ഷെൽ വിത്ത് 8 ടെൻറ്റിക്കിൾസ്. മിമിക്സ് ദ സറൗണ്ടിങ്സ്. എവിടെയാ നിൽക്കണേന്ന് വെച്ചാൽ അതിൻ്റെ കളറ് മാറ്റാനുള്ള ചില പിഗ്മെന്റ്സ് ഇതിൻ്റെ ശരീരത്തിലുണ്ട്. പിന്നെ ഇതിനൊരു പ്രത്യേകത, ഇങ്ക് സ്ക്വേർട്ടിങ്. ആ ലോലിഗോയ്ക്കും ഉണ്ട്, ഇതിനും ഉണ്ട്. പെട്ടെന്ന് അതൊരു മഷി പോലൊരു വസ്തു അവിടെ ഇങ്ങനെ കൊടുത്തിട്ട് എസ്കേപ്പ് ചെയ്യും, അല്ലെങ്കിൽ ക്യാപ്ചർ പ്രൈ. പിന്നെ ഒരു നല്ല പ്രത്യേകത, ഇറ്റ് ക്യാൻ സ്ക്വീസ് ഇൻ ടു സ്മോൾ സ്പേസസ്. ഓക്കെ, ഇവിടെ സ്പേസസ്, വളരെ ചെറിയ സ്ഥലത്തേക്ക് വരെ ഇതിനിങ്ങനെ ഒതുങ്ങി കൂടാനായിട്ട് ഇതിന് സാധിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ കുറേ എക്സ്പെരിമെന്റ്സ് ഒക്കെ. ദെൻ അപ്ലിഷിയ, സീ എയർ. ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു റാബിറ്റിന്റെ പോലത്തെ അങ്ങനത്തെ ഒരു ഹെയർസ് പോലെ തോന്നണില്ലേ. ദെൻ ഇറ്റ് ഈസ് മെറൈൻ ആണ്. ഇതിനും ഇന്റേണൽ ഷെല്ലാണ് കാണുക. ഇതിങ്ങനെ വല്ല പാറകളിലൊക്കെ പറ്റി അങ്ങനെ ഇരിക്കും. വളരെ സ്ലോ മൂവിങ് ആയിട്ടുള്ള ഒരു മൊളുസ്കയാണ് ആപ്ലിഷിയ. ഡെന്റാലിയം, ഇതും നമ്മൾ കടൽ തീരത്തൊക്കെ ധാരാളം കാണാല്ലേ. ഇതേപോലത്തെ ഷെല്ലുകൾ, ഇങ്ങനെ ടസ്ക് ഷേപ്പ്, ആനക്കൊമ്പ് പോലെയുള്ള ഷെല്ലുകൾ. അതുകൊണ്ട് ഇതിനെ ടസ്ക് ഷെൽ എന്ന് പറയും. ഈ ഷെല്ലിന് ഒരു ടേപ്പേർഡ് എൻഡ് ഉണ്ട്. ഇതിൽ കണ്ടോ, അത് ആനിമൽ ഈസ് പ്രസന്റ് ഇൻസൈഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ദാറ്റ് ഫുഡ്. ഇവിടെ കൂടെ ഇതിനെ ഫുഡ് വന്നിട്ട് ഇത് വെച്ച് കുത്തിയിട്ടാണ് ഇത് നടക്കുക. ഇത് വെച്ചാണ് അത് ഫുഡ് ക്യാപ്ചർ ചെയ്യുക. അപ്പൊ ഈ സാധനമൊക്കെ എടുത്തിട്ട് ഓരോ ആർട്ടിക്കിൾസ് വേണമെങ്കിൽ ഇയറിങ്സ് ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടാക്കാല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ ഉപയോഗിക്കും. ഡെന്റാലിയം, ടസ്ക് ഷെൽ. നിങ്ങൾക്ക് ഇതിന്റെ പേരുകൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ പടമൊക്കെ ഓർത്ത് വെച്ചാൽ പേര് ഓർമ്മ നിർക്കൂലോ എന്ന് വിചാരിച്ച് തരുന്നതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, കീറ്റോപ്ലൂറ ഓർ കൈറ്റൺ. കീറ്റോപ്ലൂറ ഓർ കൈറ്റൺ. ഇതിൻ്റെ ഈ ഷെല്ലില് എത്ര ഓവർലാപ്പിംഗ് പ്ലേറ്റ്സ് ഉണ്ട്? 8 ഓവർലാപ്പിംഗ് പ്ലേറ്റ്സ് കാണുന്ന ഷെല്ലാണ് കടലിൽ കാണുന്ന ഒരു ടൈപ്പ് മൊളുസ്ക, കീറ്റോപ്ലൂറ കൈറ്റൺ. ഓക്കെ, മൊളുസ്ക കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ചിൽഡ്രൻ.